നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബൊഗെയിൻവില്ലയെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞു. ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. അത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. ബൊഗെയിൻവില്ലയ്ക്ക് ദിവസം കുറഞ്ഞത് 5-6 മണിക്കൂർ നേരിട്ടുള്ള സൂര്യപ്രകാശം വേണം. സൂര്യപ്രകാശം കുറഞ്ഞാൽ പൂക്കളും കുറയും. പിന്നെ മണ്ണ് പൂർണ്ണമായി ഉറങ്ങിയ ശേഷം മാത്രമേ വെള്ളം ഒഴിക്കാവൂ. അമിതമായി വെള്ളം കൊടുത്താൽ ഇലകൾ മാത്രമേ ഉണ്ടാകൂ, പൂക്കൾ ഉണ്ടാവില്ല. മഴക്കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. മാസത്തിൽ ഒരിക്കൽ വളം കൊടുത്താൽ മതി. വെർമി കമ്പോസ്റ്റോ, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ കൊടുക്കണം. അത് ഇനി ലിക്വിഡ് ഫെർട്ടിലൈസറായ ബനാന പീല് നമുക്ക് പുളിപ്പിച്ച് കൊടുക്കാം. കപ്പലണ്ടി പിണ്ണാക്ക് ശർക്കരയും ചേർത്ത് അലിയിച്ച് പുളിപ്പിച്ച ശേഷം 2 ദിവസം വെച്ചതിന് ശേഷം അത് നൽകാൻ പറ്റും. നൈട്രജൻ പൂക്കാൻ തുടങ്ങിയാൽ നൈട്രജൻ അടങ്ങിയ വളം നൽകരുത്. ഇലകളുണ്ടാവും, പൂക്കൾ കുറയും. പൂക്കൾ കൂടുതൽ വരാൻ ചെടികൾക്ക് കുറച്ച് ദിവസം വെള്ളം കുറയ്ക്കണം. എന്ന് പറഞ്ഞാൽ ചെറിയൊരു ട്രസ് കൊടുക്കണം. വേരുകൾ പാത്രം നിറയുമ്പോൾ മാത്രമേ പൂക്കൾ ഉണ്ടാകൂ. പ്രൂണിങ് ശരിയായ സമയത്ത് നൽകണം. കൂടുതൽ സൂര്യപ്രകാശത്തിൽ വയ്ക്കണം, എന്നാലേ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. പൂക്കൾ കഴിഞ്ഞാൽ പ്രൂൺ ചെയ്യണം. അമിതമായി നീളുന്ന തണ്ടുകൾ മുറിച്ചു മാറ്റണം. പ്രൂണിങ് കഴിഞ്ഞ് 20 ദിവസം 30 ദിവസത്തിനകം പുതിയ പൂക്കൾ വരും. പിന്നെ പൂവ് വരാത്തത് അധിക വെള്ളം കൊടുക്കുന്നത് കൊണ്ടാണ്. വളം കൂടിപ്പോയാലും പൂവ് കുറയും. പിന്നെ ഡ്രെയിനേജ് ഇല്ല എങ്കിൽ ഇല മഞ്ഞളിക്കും. ഇതിന് പരിഹാരം വേപ്പെണ്ണ മിശ്രിതം 10 ദിവസം 15 ദിവസത്തിലൊരിക്കൽ ഒഴിക്കുക. സ്പ്രേ ചെയ്താലും മതി. കുറഞ്ഞ പരിചരണം, കൂടുതൽ സൗന്ദര്യം. ഇതാണ് ബൊഗെയിൻവില്ലയുടെ പ്രത്യേകത. ശരിയായ സൂര്യപ്രകാശവും വെള്ളവും കുറഞ്ഞ പരിചരണവും നൽകിയാൽ നിങ്ങളുടെ വീട്ടുമുറ്റവും പൂക്കൾ കൊണ്ട് നിറയും. ഇതൊക്കെയാണ് ബൊഗെയിൻവില്ലയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യണേ. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.